പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യനച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്നവരെ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നിന്റെ ദൗത്യം എന്താണ്? ചോദ്യം എന്താണ്? നിന്റെ ദൗത്യം എന്താണ്? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യത്തോടുകൂടെ അത് പ്രഖ്യാപിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് എൻ്റെ ദൗത്യം? ഈശോ പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ബന്ധിതർക്ക് മോചനം നൽകുക എന്നതാണ് എൻ്റെ ദൗത്യം. അന്ധർക്ക് കാഴ്ച നൽകുക എന്നതാണ് എൻ്റെ ദൗത്യം. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് എൻ്റെ ദൗത്യം. കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരം പ്രഖ്യാപിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഈശോ തൻ്റെ 5 ദൗത്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതായത് വചനത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ, ക്രിസ്തുവിൻ്റെ 5 ദൗത്യങ്ങൾ. അപ്പോൾ ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ബോധമുള്ളവനായിരുന്നു, വ്യക്തതയുള്ളവനായിരുന്നു. എന്താണ് ഈശോ ചെയ്യേണ്ടതെന്ന് ഈശോയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇനി നമ്മെക്കുറിച്ചാണ് ചോദ്യം. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ബോധ്യവും വ്യക്തതയും കൃത്യതയും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതെങ്ങനെ ലഭിക്കും എന്നതാണ് അടുത്ത ചോദ്യം. നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത് ഈശോയുടെ ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യം ഈശോയുടെ ദൗത്യത്തിൻ്റെ തുടർച്ചയാണ്, കണ്ടിന്യൂവേഷനാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു ധർമ്മം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെയും ദൗത്യങ്ങൾ ഈ 5 ദൗത്യങ്ങളിൽ നമുക്ക് സംഗ്രഹിക്കാം. അത് ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ്, ബന്ധിതർക്ക് മോചനം നൽകുക എന്നതാണ്, അന്ധർക്ക് കാഴ്ച നൽകുക എന്നതാണ്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നതാണ്, കർത്താവിന് സ്വീകാര്യമായൊരു വത്സരം പ്രഘോഷിക്കുക എന്നതാണ്. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അന്ധർക്ക് കാഴ്ച, ചില കാര്യങ്ങൾ കാണാത്ത മനുഷ്യരുണ്ട്. കണ്ണു തുറന്നിരിക്കുന്നു, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ചില മേഖലകളിൽ അടിച്ചമർത്തപ്പെട്ടവരുണ്ട്. നമ്മൾ തന്നെ അടിച്ചമർത്തിയവരുണ്ട്, മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെട്ടവരുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം. നമ്മൾ ബന്ധിച്ചിട്ടിരിക്കുന്നവരുണ്ട്, മറ്റുള്ളവരാൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്നവരുണ്ട്, സാമൂഹിക തിന്മകളാൽ ബന്ധിക്കപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവർക്ക്, ബന്ധിതർക്ക് മോചനം, ദരിദ്രർക്ക്, ഈശോയെക്കുറിച്ച് അറിയാത്തവർക്ക് ഈശോയെക്കുറിച്ച് അറിയുന്നതിനുള്ള കൃപ കർത്താവിന്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഒരു പണിതുയർത്തൽ നമ്മെ ദൈവം ഈശോ ക്ഷണിക്കുന്നത് ഒറ്റ വാക്കിൽ, ദൈവരാജ്യ പണിതുയർത്തുന്ന ശുശ്രൂഷയിൽ ഈശോയോടുകൂടെ പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളടക്കാം.
നമ്മുടെ ഈ ദൗത്യങ്ങൾ ദൈവരാജ്യം പണിതുയർത്തുക എന്ന ജോലിയിൽ നമ്മൾ തീക്ഷ്ണതയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, സത്യസന്ധതയോടുകൂടെ വ്യാപരിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. നമുക്ക് വന്നു പോയ വീഴ്ചകളെ ഓർത്ത് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോ